അപ്പോൾ ഇതാണ് ഇന്ന് ഞങ്ങളുടെ നൈറ്റ് ഫുഡ്. ഇത് ഞാൻ 4-5 മണിക്കൂർ കുതിർത്ത ഗ്രീൻ പീസ് ആണ്. ഇത് ആദ്യം നമുക്ക് കഴുകി വാരി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ക്യാരറ്റിനെ ക്യൂബായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കണം. നമ്മുടെ ആവശ്യത്തിന് കുറച്ച് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. സവാള പകുതി മതി, അതായിരിക്കും ബെറ്റർ. ഇതിലേക്ക് ഒരു തൊണ്ടമുളക് ഇട്ട് കൊടുക്കാമേ. ഇതിടുമ്പോൾ നല്ല ടേസ്റ്റാണ്, എനിക്കിഷ്ടമാണത്. ഇത് കൂടാതെ 2 പച്ചമുളക് ആവശ്യം എരിക്ക്. നമ്മൾ അധികം മുളക് പൊടി ഇതിൽ ഇടുന്നില്ല, അതുകൊണ്ട് കുറച്ച് എരിക്ക് വേണ്ടി 2 പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കും. ഞാനൊരു തക്കാളിക്ക് ചേർക്കുന്നുണ്ട്, സാധാരണ എല്ലാവരും ഇടാറില്ല. എനിക്കിഷ്ടമാണ് തക്കാളിക്ക് ഇടുന്നത്. ഇതിലേക്ക് ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നമുക്ക് ചതച്ച് ചേർക്കാം. അരിഞ്ഞിട്ടാലും മതി, ചതച്ചിടുമ്പം ഇച്ചിരി കൂടെ ഫ്ലേവർ കിട്ടും. ഈ ചതച്ച ഇഞ്ചി വെളുത്തുള്ളിയും കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിന് കറിക്ക് ആവശ്യമായ കുറച്ച് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാൻ പറ്റും. തൽക്കാലം ഇപ്പം ഇത്രയും മതി. ഇനി ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് ഗ്രീൻ പീസ് വെന്തോന്ന് നോക്കാം നമുക്ക്. ഓക്കെ, പെർഫെക്റ്റ്. ഇനി നമുക്ക് ഈ വെന്ത ഗ്രീൻ പീസിനെ ഒന്ന് കടുക് താളിച്ചെടുക്കണം. ജസ്റ്റ് കുറച്ച് മസാലയും ചേർത്ത് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇച്ചിരി വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വന്ന ശേഷം ഇതിലേക്ക് കുറച്ച് കടുക്, ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ ഇച്ചിരി പെരിഞ്ജീരകം. അല്ലാതെ അധികം മസാല നമ്മൾ ഇതിൽ ചേർക്കുന്നില്ല. ഇച്ചിരി കറിവേപ്പില. ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്ത് കടുക് ഒന്ന് നന്നായി പൊട്ടി വരട്ടെ. കടുക് നന്നായി പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത സവാളയുടെ ബാക്കി 2-3 വെളുത്തുള്ളിയുടെ അല്ലിയും കൂടി ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. അത് അതിലേക്ക് ഇടുന്നൊന്ന് ചൂടായി വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഈ മുഴുവൻ വെളുത്തുള്ളി നല്ല ടേസ്റ്റാണ് വെന്ത് കഴിയുമ്പോൾ. ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്താലും മതി. സവാള ഒന്ന് ചെറുതായി ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് മസാലകൾ ചേർക്കാം. ഇപ്പം ഉള്ളി നന്നായിട്ട് വഴന്നിട്ടുണ്ടേ. നമുക്ക് ഒന്ന് തീ അല്പം കുറച്ചിട്ട് ഇതിൽ കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. എല്ലാം കുറച്ച് മതി, ഒരുപാട് വാരി ഇടേണ്ട ആവശ്യമില്ല. ശകലം ഇച്ചിരി മല്ലിപ്പൊടി, ഓൾറെഡി നമ്മളതിൽ പച്ചമുളക് ഇട്ടിരിക്കുന്നുണ്ട്, അധികം എരിയുടെ ആവശ്യമില്ല. ഒന്ന് കളർ കിട്ടാൻ വേണ്ടി മാത്രം ഇച്ചിരി മുളക് പൊടി. മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ടല്ലോ, കുഞ്ഞി മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമില്ല. ഈ പൊടിയുടെ പച്ചക്കുത്തൊന്ന് മാറി കഴിഞ്ഞിട്ട് നമുക്ക് ഗ്രീൻ പീസിലേക്ക് ആഡ് ചെയ്യാം. ഗ്രീൻ പീസ് വെന്ത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ അരപ്പും എല്ലാം കൂടി ഒന്ന് യോജിക്കണം. എന്നിട്ട് ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഉപ്പുണ്ടാകുന്ന നോക്കാം കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുത്ത് ഇനി തിളപ്പിച്ചെടുക്കാൻ മാത്രമേ ഉള്ളൂ. തിളപ്പിച്ച് ലാസ്റ്റ് ശകലം മല്ലി ഇലയും കൂടി ചേർത്ത് നമ്മുടെ ഈസി പീസി ഗ്രീൻ പീസി ഒരു സെറ്റാവും. ഓക്കെ, നമ്മളെ കറി നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ലാസ്റ്റ് ഇച്ചിരി ഗരം മസാല, ഇച്ചിരി ഗരം മസാലയും അല്പം കുരുമുളക് പൊടി ലൈറ്റായിട്ടേ, മല്ലി ഇലയും കൂടി അരിഞ്ഞ് ചേർക്കാം. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇന്ന് ഞങ്ങളുടെ നൈറ്റ് ഫുഡ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഗ്രീൻ പീസ് കറിയാണിത്.